നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ടുണീഷ്യക്കെതിരെ വിജയിച്ചില്ല. 1-1 സമനില. ആ കളിയിൽ ബ്രസീലിന് വേണ്ടി ഗോൾ അടിച്ചത് എസ്റ്റവായോ വില്യനാണ് പെനാൽറ്റിയിലൂടെ. ഇതോടുകൂടി ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി അവൻ 5 ഗോളുകൾ അടിച്ചു കഴിഞ്ഞു. ബ്രസീലിന് വേണ്ടി 5 ഗോളുകൾ തികച്ചവരുടെ ലിസ്റ്റിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരങ്ങൾ, മഹാരഥന്മാരായിട്ടുള്ള കളിക്കാരുണ്ട്. അതിൽ പെലെയുണ്ട്, അതുപോലെ നെയ്മർ ഉണ്ട്, റൊണാൾഡീഞ്ഞോ ഉണ്ട്. ഇതിൽ നെയ്മറേയും റൊണാൾഡീഞ്ഞോയും ഒക്കെ ഇപ്പം മറികടന്നിരിക്കുകയാണ് എസ്റ്റവായോ. നമുക്ക് വിശദമായ കാര്യത്തിലേക്ക് വരാം. എസ്റ്റവായോ 7 കളികളിൽ നിന്ന് 5 ഗോളുകൾ ബ്രസീലിനായി നേടിക്കഴിഞ്ഞു. ഓരോ 84 മിനിറ്റുകളിലും അവനൊരു ഗോളിൽ ഇൻവോൾവ് ആവുന്നു എന്നുള്ളതാണ്. 2 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, 7 കീ പാസുകൾ, 4 ബിഗ് ചാൻസസ് അവന് കിട്ടി. 4ഉം അവൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 100% കൺവേർഷൻ റേറ്റ് ആണ്. 13 ഷോട്ടുകൾ, അതിൽ 6 ഓൺ ടാർഗറ്റ്, 2.6 ഷോട്ട് പെർ ഗോൾ എന്ന രൂപത്തിലാണ് അവൻ്റെ പെർഫോമൻസ് വന്നിട്ടുള്ളത്. 18 വയസ്സിൽ ഇത് മികച്ച പ്രകടനമാണ്. ഇനി നോക്കുക, ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി 5 ഗോളുകൾ തികച്ച ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ. ആ ലിസ്റ്റിലാണ് ഇപ്പോൾ എസ്റ്റവായോ മറ്റ് വമ്പന്മാരെ മറികടന്നിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ നെയ്മർ ജൂനിയറേയും റൊണാൾഡിഞ്ഞോയും ഒക്കെ മറികടന്നിട്ടുണ്ട്. 5 ഗോളുകൾ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി തികക്കുമ്പോൾ പെലെയുടെ പ്രായം 17 വയസ്സും 207 ദിവസവുമായിരുന്നു. ബ്രസീലിന് വേണ്ടി 5ാം ഗോൾ നേടുമ്പോൾ എസ്റ്റവായുടെ പ്രായം 18 വയസ്സും 208 ദിവസവുമാണ്. ഇതിൻ്റെ പുറകെ പിന്നാലെ വരുന്നത് കൂട്ടിഞ്ഞോയാണ്. ഇപ്പോഴത്തെ കൂട്ടിഞ്ഞോ അല്ല, പഴയ കാല ഇതിഹാസ താരം കൂട്ടിഞ്ഞോ. അദ്ദേഹം 18 വയസ്സും 335 ദിവസവും പ്രായമുള്ളപ്പോഴാണ് 5 ഗോളുകൾ അടിച്ചിരുന്നത്. അദ്ദേഹത്തെ മറികടന്നിരിക്കുന്ന എസ്റ്റവായോ എന്നർത്ഥം. 4ാം സ്ഥാനത്ത് വരുന്ന റൊണാൾഡീഞ്ഞോയാണ്. 19 വയസ്സും 133 ദിവസവും പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ബ്രസീലിനായുള്ള 5ാം ഗോൾ വരുന്നത്. 5ാം സ്ഥാനത്താണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ. 19 വയസ്സും 159 ദിവസവും പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ബ്രസീലിനായിട്ടുള്ള 5ാം ഗോൾ വന്നത്. ചുരുക്കത്തിൽ എസ്റ്റവായോ ഇതാ നെയ്മറേയും റൊണാൾഡീഞ്ഞോയും ഒക്കെ മറികടന്നിരിക്കുന്നു. പെലെക്ക് തൊട്ടുപുറകിൽ എത്തുകയും ചെയ്തിരിക്കുന്നു. അല്ലെങ്കിലും ഇന്നലത്തെ ബ്രസീലിൻ്റെ കളിയും നോക്കുക. ബ്രസീലിൻ്റെ മെയിൻ മാൻ ഈ 18-കാരനായിരുന്നു. യെസ്, ഇവൻ്റെ ടാലൻറ്റ് വളരെ വലുതാണ്. അത് വരും കാലങ്ങളിൽ ബ്രസീലിന് വലിയ ഗുണം ചെയ്യുമെന്ന് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ അല്ല എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.